ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു നമ്മുടെ ദീപാവലീൻ്റെ ഒരു കിരാത ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് കുറച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ 30 പീസാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. 3 ഇൻറ്റു ഇപ്പോൾ എത്രയാണ്, 3, 4, 5 അങ്ങനെ 30 പീസാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം എന്താ സംഭവം എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാനിതിലൊരു ജസ്റ്റ് ഇത് കണ്ടപ്പോൾ സംഭവം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി മേടിച്ചാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കത് എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ കാര്യങ്ങളെന്ന് പറഞ്ഞ് നോക്കാം. അപ്പോൾ നമുക്കിതിലെ ഒരു കുറച്ച് സാധനങ്ങൾ നമുക്കിതുപോലെ വെച്ചതിന് ശേഷം അത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അതുപോലെ നമ്മൾ നിരത്തി വെച്ചിട്ട് നമുക്ക് ഈ സംഭവം എങ്ങനെയാണ് വർക്കിംഗ് ആണോ എന്നൊക്കെ ഉള്ളതൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ എന്നുള്ള രീതിയിൽ ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഓരോന്നായിട്ട് വെള്ളം ഒഴിച്ച് നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒരു കുപ്പിയിലുള്ള വെള്ളം കേട്ടോ, സാധാ വെള്ളം. ഓക്കെ, അപ്പോൾ അതിലേക്ക് വെള്ളം ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ലൈറ്റിങ് വരികയാണ്. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് ഉള്ള ലൈറ്റിംഗ് ആണ് ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോന്നിലും വെള്ളം ഒഴിച്ച് നോക്കാം എങ്ങനെയാണ് വർക്കിംഗ് ആണോ എന്നുള്ളത്. ഓക്കെ, ചിലതിൽ കാണുന്നില്ല എന്താ സംഭവം. ചിലത് നന്നായിട്ട് വർക്കാവുന്നുണ്ട്. മറ്റേതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ 2 എണ്ണത്തിന് ആദ്യം വർക്ക് ചെയ്തതാണ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എത്ര എണ്ണം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് 3 ലൈറ്റിംഗ് ആയിട്ടുണ്ട്. ബാക്കി നമുക്ക് ചെക്ക് ചെയ്തിട്ട് ചിലപ്പോൾ അതിൽ എന്തോ ലൂസ് കോണ്ടാക്റ്റോ എന്തെങ്കിലും കാര്യമായിരിക്കും. നമുക്ക് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് ബാക്കിയും കൂടെ നോക്കാം. എന്നിട്ട് നമുക്ക് ഞാൻ ഫുള്ള് ലൈറ്റിംഗ് വെച്ചിട്ട് കംപ്ലീറ്റ് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഇതിൽ ടോട്ടലി നോക്കിയാൽ 30 എണ്ണത്തിൽ ഞാൻ 30 എണ്ണത്തിൻ്റെ സെറ്റായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 30 എണ്ണത്തിൽ ഒരു 5 എണ്ണം വർക്കിംഗ് കാണുന്നില്ല. അപ്പോൾ അതൊന്നും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അത് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നും കൂടെ ഞാൻ ജസ്റ്റ് കാണിക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത്രയാണ് നമുക്ക് കംപ്ലയിൻറ്റ് വന്നത്. പക്ഷേ ഇതൊക്കെ നല്ല വർക്കിംഗ് ആണ്. അത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ലൂസ് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ബാറ്ററി പോയ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ അതാണ് തോന്നുന്നത്. അപ്പോൾ ചില ലൂസ് കോണ്ടാക്റ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ബ്ലിങ്ക് ചെയ്യുന്നൊക്കെ ഉണ്ട് ചില കണ്ടീഷൻസിൽ. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കൂട്ടത്തിൽ ജസ്റ്റ് ലൈറ്റ് ഓഫിലും കൂടെ നോക്കട്ടെ. ഓക്കെ, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ശരിക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്താണ് കംപ്ലൈൻറ്റും കൂടെ നോക്കി ഞാൻ തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവം എന്നും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് നല്ല ഭംഗിയാണ്. ഇതൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം വെളിച്ചെണ്ണയൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് അല്ലേ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം നല്ല ഇത് കുറേ നേരം കത്തിയിരിക്കുന്നതാണ്. ആ ദിവസം മാത്രം ചെയ്യുക. ബാറ്ററിൻ്റെ കാര്യം അറിയില്ല എത്ര മാത്രം ഉണ്ടാവും എന്നുള്ള കാര്യം. ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ ബാറ്ററി പോയ പീസുകളായിരിക്കാം. ഞാൻ എന്തായാലും റിട്ടേൺ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം 240 രൂപയാണ് 30 എണ്ണത്തിന് വന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റിൽ എന്തായാലും 10 രൂപയുടെ താഴെയാണ് ഒരെണ്ണത്തിന് വരുന്നുള്ളൂ. നമ്മളൊരു ചിരാത് മേടിക്കാൻ പോയാലും നമുക്കറിയാം 10 രൂപയോളം നമുക്കിപ്പോൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് കാണാം. അപ്പോൾ ഈ വർക്ക് ചെയ്യാത്ത സംഭവം ഞാൻ ജസ്റ്റ് 2 എണ്ണം തുറന്നു. ഓക്കെ, അപ്പോൾ അതിൽ പലതിനും പല പ്രശ്നങ്ങളാണ് കാണുന്നത്. ചിലതിൽ ബാറ്ററി ഇല്ല, ചിലപ്പോൾ ഇത് കണ്ടോ. അപ്പം ഇതിപ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ ടൈറ്റ് ചെയ്തപ്പം തന്നെ സംഭവം ശരിയായി. ഒരു ലൂസ് കോണ്ടാക്റ്റ് ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ടൈറ്റ് ചെയ്തപ്പോൾ അത് സംഭവം ശരിയായി. അതിൻ്റെ വെള്ളം മാറ്റുമ്പോൾ അത് പിന്നെയും കിടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരെണ്ണം ഇപ്പോൾ ശരിയായി. ജസ്റ്റ് ടൈറ്റ് കൊടുത്തപ്പോൾ ഇങ്ങനത്തെ ചെറിയ മൈന്യൂട്ട് പ്രശ്നമാണ്. നമ്മൾ റിട്ടേൺ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത് തന്നെ അങ്ങനെ ശരിയായി. ഇവിടെ ചെറിയൊരു ലൂസ് കോണ്ടാക്റ്റ് ആയിരുന്നു. ആ കോണ്ടാക്റ്റിൽ വരുന്നതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പോൾ അത് അവിടെ സെറ്റായി. ഇനി നമുക്ക് വേറെ ഒന്ന് നോക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറയാനും, ഇപ്പോൾ നിങ്ങൾ മേടിക്കുന്ന സാധനത്തിലും ചിലപ്പം 30 എണ്ണമൊക്കെ ഒരുമിച്ച് മേടിക്കുമ്പം ഓട്ടോമാറ്റിക്കലി അതിലെന്തെങ്കിലും ചെറിയൊരു മൈന്യൂട്ട് പ്രശ്നമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കോണ്ടാക്റ്റ് ഇങ്ങനെ സ്ക്രൂ ഡ്രൈവർ വെച്ച് അടിച്ച് നോക്കുക. എന്നിട്ടും കിട്ടുന്നത് എൻ്റെ കയ്യിൽ ഒന്നിൽ ഇത് കണ്ടോ, സ്ക്രൂ ഡ്രൈവർ വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈറ്റ് കൊടുത്തപ്പോൾ അവിടെ ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. ഒരെണ്ണത്തിൽ ഞാൻ എടുത്ത ഒരെണ്ണത്തിൽ ഇതുപോലെ ബാറ്ററി ഇല്ലായിരുന്നു. അപ്പോൾ ഒരെണ്ണമൊക്കെ പോട്ടെ, 10 രൂപയുടെ നഷ്ടത്തിന് നമ്മൾ ഇത്രയും പീസ് നമ്മൾ റിട്ടേൺ കൊടുക്കണ്ട. ഓരോരുത്തർ ചിലപ്പോൾ ദീപാവലിയുടെ ആ ടൈം എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ റിട്ടേൺ കൊടുത്താൽ നഷ്ടമാണ്. നമ്മൾ വെച്ചാൽ വേറൊരു സംഭവം കിട്ടില്ല. അത്രയും പ്രൈസിങ്ങിന് വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ ഇത് ഓൾറെഡി നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു പറ്റിയെന്ന്. ഓക്കെ, ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഇപ്പോൾ ഓൾറെഡി ഈ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാറ്ററിയുടെ സെറ്റപ്പ് ഇത്രയാണ് വരുന്നത്. ഓക്കെ, ഇത്രയും ഇതിനകത്ത് ഇങ്ങനെ ബാറ്ററി വരുന്നുണ്ട്. കുഞ്ഞ് പെൻടോർച്ച് ബാറ്ററി. ഇതിൽ അത്രേ കോസ്റ്റ് വരും. 10 എണ്ണത്തിനൊക്കെ അത്രേ കോസ്റ്റ് വരുന്നുള്ളൂ. ആ ബാറ്ററി ഇല്ലെങ്കിൽ നമുക്ക് നോക്കണ്ട. ഇവിടെ ഒരു ലൂസ് കോണ്ടാക്റ്റ് പ്രശ്നമാണ് 2 തമ്മിലുള്ള.
അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഉള്ളിൽ കൂടെ എന്തെങ്കിലും കൊടുത്തതിന് ശേഷം അതൊന്ന് കോൺടാക്റ്റ് ആക്കി വെക്കാം. അടിയിൽ തന്നെ കോൺടാക്റ്റ് ആക്കി വെച്ചിട്ട് ജസ്റ്റ് ഒരു കവർ ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി, വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വരുന്നില്ല. എന്നിട്ട് വേണമെങ്കിൽ വെള്ളം നമുക്ക് മുകളിൽ നിറച്ച് വെക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുമാത്രമാണ് അവിടെ ഒരു പ്രശ്നം കണ്ടത്. അപ്പോൾ ബാക്കി ഉള്ളതിൽ ഇതിലിപ്പോൾ ഞാൻ ഊരിയിൽ എങ്ങനെയുണ്ട് പ്രശ്നം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ സ്ക്രൂ ഊരുന്നൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് സ്ലിപ്പ് ചെയ്യാവുന്നതാണ്. എനിക്കിതെന്താ സംഭവം നോക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിങ്ങനെ സ്ക്രൂ ജസ്റ്റ് പതിയെ തന്നെ ഊരിയിട്ട് തന്നെ നോക്കുന്നത്. നിങ്ങൾക്കും കൂടെ ജസ്റ്റ് കാണിച്ചു തരാനാണ്. ഇവിടെയുള്ള 2 സ്ക്രൂ ഊരി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഊരി എടുക്കാവുന്നേ ഉള്ളൂ. അത്ര വലിയ പാടുള്ള കേസൊന്നുമല്ല. സ്റ്റാർ സ്ക്രൂ ഡ്രൈവറും മൈനസ് ഒരുമിച്ചുള്ള ടൈപ്പ് ഒരു സ്ക്രൂ ആണ് അതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്യാം. ഞാനല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കുറച്ച് ഓടിച്ചിടും, സ്പീഡാക്കിയിട്ട് വയ്ക്കും, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ചെറുങ്ങനെ ഒരു ഇതുണ്ട്. ഇവിടെ വേറെ പ്രശ്നമൊന്നും കാണിക്കുന്നില്ല. ഇതിലും ഇത് തന്നെയാണ്. ഇതുപോലെ എന്തോ ആണ് ബാറ്ററി തീർന്നതോ അല്ലെങ്കിൽ ലൂസ് കോൺടാക്റ്റിൻ്റെ പ്രശ്നമാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത് കണ്ടോ, നമ്മൾ ടച്ച് ചെയ്ത് കൊടുത്തപ്പോൾ സംഭവം ഓക്കെ ആയി. അവിടെ ഒരു ലൂസ് കോൺടാക്റ്റ് ആയിരുന്നു, കണ്ടോ, സംഭവം വർക്കിംഗ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരെണ്ണം മാത്രമാണ് പ്രശ്നം, ഒരെണ്ണം കൂടി ഉണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് നോക്കാം. ഒന്നിൽ ബാറ്ററി ഇല്ലായിരുന്നു, തീരെ ബാറ്ററി ഇട്ടില്ല. ഇതിപ്പോൾ കത്തുന്നുണ്ട്. ഇവിടെയും ലൂസ് കോൺടാക്റ്റ് ആവാനാണ് ചാൻസ്. ഉള്ളിലുള്ള ലൂസ് കോൺടാക്റ്റ് അത്ര ആവാനേ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ വെറുതെ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഒരെണ്ണത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നു, എനിക്കത് ഓക്കെയാണ്, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാം. ഓക്കെ, കേട്ടോ, ഇതിപ്പോൾ നമ്മൾ കൈ കൊണ്ട് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് കത്തുന്നുണ്ട്. വേറെ വിഷയമൊന്നും അവിടെ വരാനില്ല. നമുക്ക് അവർക്ക് ക്ഷമിച്ചു കൊടുക്കാം. ഒരെണ്ണത്തിൽ ബാറ്ററി ഇല്ലായിരുന്നു, ബാക്കി എല്ലാത്തിലും ഓക്കെയാണ്. അപ്പോൾ ഇന്ന കാരണം പറഞ്ഞ് നിങ്ങൾ റിട്ടേൺ ചെയ്യേണ്ട. എനിക്ക് ഒരെണ്ണത്തിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു ബാറ്ററി 10 എണ്ണത്തിന് 10 രൂപ കണ്ടേ വരുന്നുള്ളൂ. നമുക്ക് ഏതെങ്കിലും ഫാൻസി ഷോപ്പിൽ കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കറക്റ്റ് എന്തെങ്കിലും വയർ വെച്ചിട്ട് ഒരു ചാർജിങ് അഡാപ്റ്റർ വെച്ചിട്ട് കൊടുത്താലും മതി, നിങ്ങൾക്ക് വേറൊരു അവസ്ഥയിൽ ഉപയോഗിക്കാം. പക്ഷേ ഇതിനെല്ലാം കൂടെ നമ്മൾ റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് സാധനം മിസ്സായി പോകും. കാരണം സ്വാഭാവികമാണ്, ആർക്കെങ്കിലൊക്കെ ചെറിയ രീതിയിൽ അബദ്ധമാണ്. ഞാൻ 5 എണ്ണം പോയപ്പോൾ ഞാൻ വിചാരിച്ചു റിട്ടേൺ കൊടുത്താലോ എന്ന് ചിന്തിച്ചാണ്. ബട്ട് നിങ്ങൾക്ക് അതെങ്ങനെ റിപ്പയർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഒന്നുമില്ല, 2 സ്ക്രൂ ഊരുക, ജസ്റ്റ് ഷോർട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഷോർട്ട് ചെയ്ത് കൊടുക്കുക. രണ്ടും ഒന്ന് കൂട്ടിമുട്ടിച്ച് നോക്കിയാൽ മതി. ബാറ്ററിയുടെ ബാക്കിൽ വരുന്ന ഭാഗമുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുക കമൻറ്റ് ബോക്സിൽ, ഞാൻ അതിന് പറഞ്ഞു തരാം. സിമ്പിളാണ്, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഒരെണ്ണം പോയതുകൊണ്ട് ഞാൻ റേറ്റിംഗ് കുറയ്ക്കുന്നില്ല. അപ്പോൾ ഞാനൊരു 4.5 തന്നെ കൊടുക്കാം. ക്വാളിറ്റി ഒന്നൊരു കുഴപ്പമില്ല, 5 തന്നെ കൊടുക്കാവുന്നതാണ്. ബട്ട് സ്റ്റിൽ ഒരെണ്ണം പോയതുകൊണ്ട് ചെറിയൊരു ഇത് കുറച്ചുകൂടി അവർക്ക് ശ്രദ്ധിക്കായിരുന്നു എന്നുള്ള രീതിയിൽ 4.5 റേറ്റിംഗ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.